അങ്ങനെ ഇക്കുറി ഞാൻ തികച്ചും വ്യത്യസ്തമായ ഒരു സ്ഥലത്തേക്കുള്ള യാത്രയിലാണ്. അതായത് നമ്മൾ കേരളത്തിൽ നോട്ട് ബുക്കുകളുടെ പുറത്തും പുറംചട്ടയിലും അല്ലെങ്കിൽ കലണ്ടറുകളുടെ എല്ലാം ഫോട്ടോകളായി മാത്രം കണ്ടിരുന്ന കൊന്നമാര കൊട്ടാരം കാണാനുള്ള യാത്രയിലാണ്. എൻ്റെ മനസ്സ് ഇങ്ങനെ തുടികൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ അത്രമേൽ സ്വപ്നം കണ്ടിരുന്ന ഒരു സ്ഥലമാണ് ഞാൻ ഈ നിങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കുവാൻ പോകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ. അങ്ങനെ ഏകദേശം 120 കിലോമീറ്റർ വാഹനത്തിൽ യാത്ര ചെയ്ത് ഞാൻ കാർ പാർക്കിംഗ് കൊണ്ടുപോയി വണ്ടി നിർത്തി നേരെ മുൻപോട്ട് നോക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഒരു രൂപം ആ മലമുകളിൽ പണിത് വെച്ചിട്ടുണ്ട്. അതിന് നേരെ താഴെയായാണ് ഞാൻ ഈ പറയുന്ന കൊന്നമാര കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. ആ കൊട്ടാരത്തിൻ്റെ വിദൂര കാഴ്ചയാണിത്. ആ കൊട്ടാരത്തിലേക്ക് പോകേണ്ട ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് തന്നെ ഭക്ഷണം കഴിക്കാനുള്ള ക്രമീകരണങ്ങൾ, നമുക്കിഷ്ടമുള്ള ഭക്ഷണങ്ങൾ അവിടെ ബുഫേ സിസ്റ്റത്തിൽ എടുത്ത് കഴിച്ച ശേഷം ഭക്ഷണത്തിൻ്റെ ക്യാഷ് കൊടുത്ത് ഇറങ്ങിപ്പോവുകയാണ് ചെയ്യേണ്ടത്. പിന്നെ അതിനടുത്തതിന് വൈൻ ഷോപ്പുകൾ, ബിയർ പാർലറുകൾ എല്ലാം തന്നെയുണ്ട്. ഞങ്ങളങ്ങനെ ടിക്കറ്റ് എടുത്തുകൊണ്ട് ഞങ്ങൾ മുൻപോട്ട് നടക്കുകയാണ്. മുൻപോട്ട് നടക്കുന്നതിനിടെ നല്ല സൂപ്പർ വ്യൂ ആണ്. എന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുക്കുന്നവർക്ക് ഫോട്ടോ എടുക്കാം, വീഡിയോ പിടിക്കുന്നവർക്ക് വീഡിയോ പിടിക്കാം. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും അവിടെയുണ്ട്. നമുക്ക് ടിക്കറ്റിനൊപ്പം ആ റിസോർട്ടിൽ അല്ലെങ്കിൽ ആ കൊട്ടാരത്തിൻ്റെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചിട്ടുള്ളൊരു ബ്രോഷർ നമുക്ക് തരുന്നുണ്ട്. അത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോരാം കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് ഞാൻ ഫോട്ടോകളെല്ലാം എടുത്ത് മുമ്പോട്ട് നടക്കുകയാണ്. സത്യത്തിൽ കോൺമാക്നെ എന്ന ഗോത്രനാമത്തിൽ നിന്നാണ് ഈ കോന്നമാര എന്ന നാമം ഉണ്ടായത്. കോൺമഹൈനെ മാര ആണ് കാലക്രമേണ കോന്നമാര ആയിത്തീർന്നത് എന്നാണ് പറയപ്പെടുന്നത്. ആദ്യകാല ഗോത്ര വിഭാഗമായിരുന്ന കോൺമാക്നയുടെ ഒരു ശാഖ കടലിനടുത്താണ് താമസിച്ചിരുന്നത്. കോൺമാക്നെ മാര എന്നും ഐറിഷ് ഭാഷയിൽ കൊന്നമാര എന്നുമാണ് ഈ സംഭവം അറിയപ്പെടുന്നത്. ഇവരുടെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് തുറമുഖ മത്സ്യബന്ധനമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ ചെറിയ ചെറിയ തുറമുഖങ്ങൾ ഒരുപാട് കാണാനാകുന്നുണ്ട്. പരമ്പരാഗത മത്സ്യബന്ധനവും ആട് വളർത്തലും ടൂറിസവും ആണ് ഇവരുടെ വരുമാന മാർഗങ്ങൾ. തന്നെയുമല്ല, കൊന്നമാരയിൽ കാണപ്പെടുന്ന പച്ച നിറത്തിലുള്ള മാർബിൾ കല്ലുകളുണ്ട്. ആ കല്ലുകളാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം. അങ്ങനെ ഞാൻ ഈ കൊട്ടാരത്തിനടുത്തെത്തി. ഈ കാസിലിൻ്റെ കായൽമോർ കാസിൽ, അതാണ് ഇതിൻ്റെ യഥാർത്ഥ നാമം. 1868 ഇംഗ്ലണ്ടിലെ തുണി നിർമ്മാണ രംഗത്തെ പ്രമുഖനായിരുന്ന സമ്പന്ന ഡോക്ടറായ ഹെൻറിയുടെ കുടുംബമാണ് ഈ കൊട്ടാരം നിർമ്മിച്ചത്. അങ്ങനെ ഞാൻ കൊട്ടാരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. സെക്യൂരിറ്റിയുടെ ഫോട്ടോ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പുള്ളി ഫോട്ടോയൊക്കെ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറുമ്പോൾ തന്നെ